Watch India's largest kids library only on Jio Hotstar. Download the app now. മമ്മി, എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണട്ടാ. ഞാനിന്ന് പുതുതായിട്ടൊരു ബുൾഡോസർ വാങ്ങിയിട്ടുണ്ട്. ഇതിന് ഞാൻ കൺസ്ട്രക്ഷൻ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോവാണ്. എക്സ്ക്യൂസ് മീ, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരുമോ? വിളിച്ചെടുത്തല്ലോ. ആരെന്നെ വിളിച്ചത്? ആരപ്പനെ വിളിച്ചത്? ഈ സ്റ്റാച്യൂവിന് സംസാരിക്കാൻ കഴിയില്ലല്ലോ, പിന്നെ ആരപ്പനോട് സംസാരിച്ചത്? ഞാനാണ് പറഞ്ഞത്. ഞാൻ ഈ ഗുഹയ്ക്കകത്താണ് താമസിക്കണേ. മമ്മി, ഭൂതം 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 എന്നോട് സംസാരിക്കാണല്ലോ. പേടിക്കണ്ട, ഞാനൊരു ഭൂതമൊന്നും അല്ല. ഞാനൊരു പഴയ മാന്ത്രികനാണ്. എനിക്ക് കരയാനുള്ള അനുവാദമുണ്ട്. നീ കരയണമെങ്കിൽ വേണേ കരഞ്ഞോ, എന്ത് വേണേ ചേർന്നോ, എനിക്കെന്താണ്? താങ്ക് യു. ഞാൻ ആക്ച്വലി അനുവാദം ചോദിക്കുകയായിരുന്നു. അക്കട് ബക്കട് അകരം പകരം ഡിഗ്ഡുഗ് ഡിഗ്ഡുഗ് ഗ്യൂ. ഈ നഗരത്തിലെ എല്ലാ മനുഷ്യരും കരയും. ഞാൻ കരഞ്ഞോണ്ടിരുന്ന എല്ലാരും കരയും. നീ കരയണമെങ്കിൽ വേണമെങ്കിൽ കരഞ്ഞോ, പക്ഷെ നീ എന്തിനാ എന്നെ കരയിപ്പിക്കുന്നത്? മജീഷ്യൻസ് ആണ്. എന്തിനാ വിളിച്ചത്? എന്നെ ജനങ്ങൾ നേരത്തെ കരയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ജനങ്ങളെ കരയിപ്പിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരഞ്ഞോണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അത്രയും നേരം നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങൾ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഓ, നിനക്കിപ്പൊ തന്നെ പോകാം. ഞാൻ പൊട്ടിക്കും, ഞാൻ ഇതിനെ പൊട്ടിക്കും. എന്റെ കാല്, എന്റെ കാല് പൊളിച്ചെടുത്തല്ലോ. എന്റെ ബുൾഡോസർ അങ്ങോട്ടായി പോകുന്നത്. അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? ഓ ഓ, ഇനി എല്ലാ നഗരവാസികളെയും എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് അയക്കൂ. ഞാൻ എല്ലാരെയും കരയിപ്പിക്കും. അവരോട് എല്ലാവരോടും പോയി പറയൂ, ഇങ്ങനെ ഒരു മാതൃകൻ ഇവിടെ ഉണ്ടെന്ന്. ആ, നിന്നോട് നിൽക്കാൻ പറഞ്ഞത്. ആരെങ്കിലും ഈ ബുൾഡോസറിനൊന്ന് തടയണേ, ഒന്ന് നിർത്തണേ. മമ്മി, രക്ഷിക്കണേ. നിൽക്കാനല്ലേ പറഞ്ഞ? എല്ലാവരും ഒന്ന് മാറിപ്പോ. ദേ ബുൾഡോസർ ഇങ്ങോട്ട് നോക്കിയാ വരുന്നത്. എന്റെ സമോസ. മോട്ടോർ പത്തലോ, എന്റെ ബുൾഡോസർ ഒന്ന് നിർത്തോ. പൊളിച്ചെടുത്തല്ലോ. എന്റെ ഗസീറ്ററാമ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? പത്ലു, ഗസീറ്റാറാൻ പറയുന്നത് അവന് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് ഒരു മന്ത്രവാദി കാരണം മാത്രേ. അതുകൊണ്ട് അവൻ പറയുന്നത് മുഴുവൻ നീ കേട്ടോണ്ടിരിക്കേ. അപ്പോഴത്തേക്കും ഞാൻ ആ മന്ത്രവാദി എവിടെയാ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. വരൂ സുഹൃത്തെ, ഞാൻ ഒരു പഴയ മാന്ത്രികനാണ്. നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ കരയാൻ തുടങ്ങിക്കോട്ടെ. മന്ത്രവാദി പെർമിഷൻ തന്നിരിക്കുന്നു. അക്കം ബക്കം മകടം പകടം ഡിക്കും ഡിക്കും ജൂ. കരയും ഈ നഗരത്തിലെ മനുഷ്യർ. എന്റെ കണ്ണിൽ കണ്ണീരുള്ളത്രയെന്നാണ്. നിങ്ങൾ എന്തിനാ കരയുന്നത് മന്ത്രവാദി? എന്താ കാര്യം പറ. ഇവിടുന്ന് 100 വർഷം മുമ്പ് ഞാൻ ഇതേ ഫുർഫുറി നഗറിൽ മാജിക് ഷോ നടത്തുന്നുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഫുർഫുറി നഗറിനെ ഭരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇവിടുത്തെ ആൾക്കാരെല്ലാം എന്നെ എതിർത്തു. എന്നിട്ട് ചതിയും വഞ്ചനയും കാണിച്ച് എന്നെ ആ ഗുഹയിൽ അടച്ചിട്ടു. പക്ഷെ ഇന്ന് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷെ ഇന്ന് ഞാൻ എന്റെ വർഷങ്ങൾ മുമ്പുള്ള ആഗ്രഹം പൂർത്തീകരിക്കാൻ പോവുകയാണ്. മുഴുവൻ ഫുർഫുറി നഗറിനെ ഞാൻ കരയിപ്പിക്കും. നിങ്ങൾ എല്ലാവരും കരഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ ഒത്തിരി ചിരിക്കും. എനിക്കും കരയണം തോന്നുന്നു. യോ, എനിക്ക് കരച്ചില് വരുന്നേ. എന്റെ മോട്ടു, നീ ഇത്രയും നേരം എവിടെയായിരുന്നു?
പത്ലു, ഞാൻ ആ കരയുന്ന മന്ത്രവാദിയെ കണ്ടേച്ച് വരികയാണിപ്പോ. എനിക്കും കരച്ചില് വരുന്നു. എന്നിട്ട് എന്റെ മനസ്സ് പറയുന്നു ഒക്കെ തല്ലി പൊട്ടിക്കുന്നു. മോട്ടു നിർത്ത്. മോട്ടു വേണ്ടെന്നാ പറഞ്ഞത്. മോട്ടു നിർത്ത്. പത്ലു, ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ എങ്ങനെയാ പൊട്ടിപ്പോയത്? എനിക്കറിയില്ല നീ ഏത് മാജിക്കാരനെ പോയി കണ്ടിട്ട് വന്നെന്ന്. നീ അവിടേക്ക് പോയതിനു ശേഷം പിന്നെയൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്? ഗസീറ്റാറാമും ആ മാജിക്കാരനെ കാണാൻ പോയിരുന്നു. നിങ്ങൾ രണ്ടുപേരെയും അദ്ദേഹം എന്ത് മാന്ത്രിക വിദ്യയാണ് ചെയ്തതെന്ന് അറിയില്ല. പത്ലു, ആ മന്ത്രവാദിയെ കുറിച്ച് ഒന്നും ചോദിക്കരുത്. അവൻ ഭയങ്കര അപകടകാരിയാണ്. അയാളെ കാണാൻ ആരൊക്കെ പോയാലും ആദ്യം അവന് കരയാൻ നമ്മളടുത്ത് പെർമിഷനും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവന്റെ കരച്ചില് കണ്ടാലുണ്ടല്ലോ പത്ലു, നമ്മുടെ മനസ്സ് കിടന്ന് പെടയും. അവന്റെ കരച്ചില് കേട്ടാ കൂടെ നിൽക്കുന്ന നമുക്കും കരയണമെന്ന് തോന്നും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? അതുകൊണ്ട് നീ തന്നെ ആലോചിക്കും പത്ലു, ഇതിന് നമ്മൾ എന്താ ചെയ്യാ? ഐഡിയ. ഡോക്ടർ ജട്ടിയോട് സഹായം ചോദിക്കാം. ഞാൻ ചിങ്കം സാറിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. എന്റെ പത്ലു, നീ ഇതെന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മന്ത്രവാദിയുടെ കരച്ചലിന്റെ പിന്നില് എന്തെങ്കിലും ഒരു കഥയുണ്ടോന്ന് നോക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ കരച്ചലിന്റെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ടെന്നാ. കേൾക്ക്, നമ്മൾ തെരഞ്ഞുകൊണ്ടിരുന്ന ന്യൂസ് കിട്ടിപ്പോയി. എന്ത് ന്യൂസാണ്? ഈ മന്ത്രവാദി തൊട്ടടുത്തുള്ള ഗ്രാമത്തിലുള്ളതാണ്. അവർ നമ്മുടെ ഗ്രാമത്തിലേക്ക് കുടിയേറി പാർക്കാന്ന് വന്നതാ. ഈ സ്ഥലം അങ്ങ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ഇവിടെയുള്ള ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി. അത് സഹിക്കാൻ കഴിയാതെ ഇവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ ഒരു ഗുഹയിൽ പിടിച്ചടച്ചതാണ്. അന്ന് മുതൽ അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ അമ്മോ, പുറത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഒരുപക്ഷെ ആ കരയുന്ന മന്ത്രവാദിയെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. ഒരു ദിവസം അദ്ദേഹം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദേഹത്ത് സൂര്യന്റെ വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇല്ലാതായി പോകും. ആ മന്ത്രവാദിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ അടിപൊളി ഐഡിയ കിട്ടിയേ. പക്ഷെ അവനെ എങ്ങനെയാ പുറത്തേക്ക് കൊണ്ടുവരിക? ഐഡിയ. ഒരുപക്ഷെ നീ അവന്റെ മുന്നിൽ പോയി കുറെ ചിരിച്ചു കാണിച്ച് അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിപ്പിച്ച് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ കരച്ചിൽ നിർത്തി വന്നോളും. പക്ഷെ എങ്ങനെയാണ് ചിരിക്കുക? എനിക്കിപ്പോ കരച്ചിലല്ലേ വരുന്നത്. ചേടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ കരയല്ലേ? ഇന്നാ ഈ മാസ്ക് പിടിക്ക്. ഇത് ഇട്ടോ. ഇത് ഇട്ടാ നീ കരയുന്നത് ആ മന്ത്രവാദിനെ കൊണ്ട് കാണാൻ കഴിയില്ല. പിന്നെ നിനക്ക് മറ്റൊരു കാര്യവും ഞാൻ പറയാം. നിനക്ക് കരച്ചിൽ വന്നാലും നീ കരയുന്ന ശബ്ദം പുറത്ത് കേൾക്കാൻ പാടില്ല. ചിരിക്കുന്ന ശബ്ദം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. എന്റെ മന്ത്രവാദി സുഖം തന്നെയാണോ? നിങ്ങൾ ഇത്ര ചിരിക്കാൻ കാരണം എന്താണ്? പിന്നെ ഞാനെന്താ നിങ്ങളെ പോലെ എപ്പോഴും കരഞ്ഞുകൊണ്ടേ ഇരിക്കണോ? എനിക്ക് ചിരി വരുന്നു. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. നീ എന്റെ മുമ്പിൽ ഇങ്ങനെ ചിരിക്കാൻ പാടില്ല. ഞാൻ കരയുകയാണെങ്കിൽ നീ എന്റെ കൂടെ കരഞ്ഞേ പറ്റൂ. എന്റെ മന്ത്രം ഒരിക്കലും തെറ്റാൻ സാധ്യതയില്ല. നിനക്ക് എങ്ങനെയാ ചിരിക്കാൻ സാധിക്കുന്നേ? മിസ്റ്റർ മന്ത്രവാദി, നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. അത് ശരി, അപ്പൊ എന്നെ വഞ്ചിക്കുകയായിരുന്നോ? എന്നെ വിട്, നിങ്ങളെ കുറിച്ച് ആലോചിക്കൂ. ഒറ്റ പ്രാവശ്യം താൻ മേളിലോട്ടൊന്ന് നോക്കിയേ. എന്തിനാ എന്നോട് മുകളിലേക്ക് നോക്കാൻ പറഞ്ഞേ? ഇല്ല, നിങ്ങൾ എന്നെ പിന്നെ വഞ്ചിച്ചിരിക്കുന്നു.
താങ്ക് യു മോട്ടു പത്ലു. നിങ്ങൾ കാരണം എനിക്ക് മുക്തി കിട്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ വർഷങ്ങളോളം ഇതേ ഗുഹയിൽ ഇങ്ങനെ അടഞ്ഞിരുന്നേനെ. ബൈ ബൈ. ഇപ്പൊ നിനക്ക് എന്താ പറ്റിയത്? പത്ലു, എനിക്ക് ആ മന്ത്രവാദിയോട് സഹാനുഭൂതി തോന്നുന്നു. അവൻ അത്രയ്ക്ക് മോശപ്പെട്ട മനുഷ്യനൊന്നും ആയിരുന്നില്ല. മോട്ടു കരച്ചിലൊന്ന് നിർത്ത്. അദ്ദേഹം ഇവിടുന്ന് പോയി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. Watch India's largest kids library only on Geo Hotstar. Download the app now.